ഞാൻ ഡോക്ടർ മുഹമ്മദ് ഹുനൈസ്, ആസ്റ്റർ ക്ലിനിക് ഊദ്മേദയിലെ സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രീഷ്യനാണ്. കുട്ടികളെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട 3 പഠന വൈകല്യങ്ങളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിൽ ആദ്യത്തേത് റീഡിംഗ് റിലേറ്റഡ് ഡിസ്ലെക്സിയ എന്ന് പറയപ്പെടും. രണ്ടാമത്തേത് റിട്ടൺ എക്സ്പ്രഷൻ അതല്ലെങ്കിൽ സ്പെല്ലിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ഗ്രാഫിയ എന്നറിയപ്പെടുന്നതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസ്കാൽക്കുലിയയാണ്. ഈ 3 പഠന വൈകല്യങ്ങളും നമ്മൾ കുട്ടികളിൽ നേരത്തെ തന്നെ ചില വാർണിംഗ് സൈനുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാംഗ്വേജ് ഡിലേ ആണ്. സാധാരണഗതിയിൽ 1 വയസ്സാകുന്ന കുട്ടി 1 വാക്കാണ് സംസാരിക്കുക. 1.5 വയസ്സാകുമ്പോഴേക്കും അത് 8 മുതൽ 10 വാക്കുകൾ വരെ സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. 2 വയസ്സാകുമ്പോഴേക്കും അത് ഗണ്യമായി വർദ്ധിച്ച് 50 മുതൽ 100 വാക്കുകൾ സംസാരിക്കുന്ന രൂപത്തിലേക്ക് വരെ എത്തും. അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് വേർതിരിച്ച് മനസ്സിലാക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ, ചില വസ്തുക്കളുടെ കളറ്, ഷേപ്പ്, അതുപോലെ തന്നെ ചില ലെറ്റേഴ്സ്, നമ്പേഴ്സ്, അതുപോലെ കുട്ടികളുമായും മുതിർന്നവരുമായിട്ടുള്ള ആശയവിനിമയത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. ഇത്തരം വാർണിംഗ് സൈനുകളിലുള്ള കുട്ടികളിൽ ഏർലി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഇന്റർവെൻഷനാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സയായി കാണപ്പെടുന്നത്. എത്രയും നേരത്തെ ഈ വിഷയങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള പഠന വൈകല്യങ്ങൾ കുറക്കാനും അല്ലെങ്കിൽ അത് പൂർണ്ണമായും ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കുന്നു. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ മക്കൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ നമ്മുടെ പീഡിയാട്രീഷ്യനുമായി കൺസൾട്ട് ചെയ്ത് നമുക്ക് അതിനുള്ളൊരു പരിഹാരം കണ്ടെത്താം.